ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു വർക്കാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ നെക്കും അതേപോലെ തന്നെ സ്ലീവും ഫുള്ള് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ലീവ് ഇനി ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ സ്ലീവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നെക്കും എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് സ്റ്റിച്ച്ഡ് ബ്ലൗസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ലീവിൽ എക്സ്ട്രാ ഒരു പീസൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു സ്ലീവിൽ എൻഡിലായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ലേസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിനെ നമ്മൾ ആരി വർക്ക് ചെയ്യുന്ന ഫ്രെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ ഇതുപോലെ ഒരു സിൽവർ ഷെയ്ഡിൽ വരുന്ന ഷുഗർ ബീഡ്സും അതേപോലെ തന്നെ കുന്തൻ സ്റ്റോണും പിന്നെ സ്വീക്വൻസും അതേപോലെ തന്നെ വേറെ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന സ്റ്റോണും അതേപോലെ തന്നെ ഈ ഒരു സിൽവർ ഷെയ്ഡ് കേട്ടോ, ഇതെന്താണെന്ന് പറയുക, നല്ല പേൾ കളർ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ നമ്മുടെ സ്മാൾ സൈസിലുള്ള പേൾ ബീഡും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ ആരി വർക്കാണ് കേട്ടോ, ഫസ്റ്റ് ഒരു ലൈന് ഞാൻ ആരി വർക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മുടെ ത്രെഡ് നോർമൽ മെഷീൻ ത്രെഡിൽ തന്നെയാണ് കേട്ടോ ഞാൻ ആരി വർക്ക് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എവിടെയാണോ വേണ്ടത്, അപ്പോൾ ഇത്രയൊരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെയാണ് നമ്മുടെ ഇത് വരിക, എന്താ പറയുക, ഷേപ്പ് വരിക. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൻ്റെ കുറച്ച് ഇപ്പുറത്ത് ഒരു 1/4 ഇഞ്ചൊക്കെ വിട്ടിട്ട് ഒരു വര വരയ്ക്കുക കേട്ടോ. കാരണം നമുക്ക് ആ മറ്റേ കറക്റ്റ് ഷേപ്പിൻ്റെ അവിടെ കൂടെ വരയ്ക്കണമെങ്കിൽ, അതായത് ഷേപ്പ് കൂടെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമ്മൾ ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ടാക്കിയിട്ട് വേണം നമ്മൾക്ക് വർക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കട്ട് ബീഡ്സ് ആണ് കേട്ടോ. അതും ഈ സിൽവർ ഷെയ്ഡിൽ വരുന്ന കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടം വരെയാണോ വേണ്ടത് നമ്മുടെ കറക്റ്റ് അളവ് നോക്കിയിട്ട് അവിടെ വരെ ഇതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ആരി വർക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് നോർമൽ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എന്താ ഇനി പറയുക, ഇപ്പോൾ പേളിഷ് കളർ എന്തോ പറയില്ലേ, സിൽവർ കളർ തന്നെ വരുന്നത്, ആ ഒരു ഇതിലുള്ള ഷുഗർ ബീഡ്സും ഞാൻ എടുത്തിട്ടുണ്ട്. ആകെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയായി കേട്ടോ. അതിനെന്താ പേര് പറയാമെന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടണില്ല. ഒരു സിൽവർ ഷെയ്ഡിൽ പേളിഷ് കളറിലാണ് വരുന്നത് ആ ഒരു ബീഡ്സ്. അപ്പം ഞാൻ അതും വെച്ചിട്ട് ഒരു ലൈന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഈ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഒരു ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്റ്റോൺസ് ഉണ്ടല്ലോ, ഗോബി ഷേപ്പിൽ വരുന്ന ആ ഒരു സ്റ്റോൺസ്, അത് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒട്ടിക്കാനായിട്ട് ഇതുപോലത്തെ നമുക്കിപ്പോൾ പെൻ സ്റ്റിക്ക് കിട്ടുന്നുണ്ടല്ലോ, അതിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഈ ഒരു സംഭവം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മേടിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ഒട്ടിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതില്ലാത്തവർ മേടിക്കാനായിട്ട് നോക്കുക. ഞാനിത് മേടിക്കുമ്പോൾ എനിക്ക് 60 രൂപ എങ്ങാണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ചെറിയൊരു കഷ്ണം വാക്സും കിട്ടും, ബാക്കി ഇതുപോലെ ഈ ഒരു പെന്നും കിട്ടും കേട്ടോ. അപ്പം ഞാനിനി ആ ഒട്ടിച്ചു കൊടുത്ത ആ ഒരു സ്റ്റോണിൻ്റെ മുകളിൽ കൂടെ ഈ ഒരു വൈറ്റ് ഷുഗർ ബീഡ്സ് ഒന്ന് വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ബീഡ്സ് കോർത്ത് കൊടുക്കുക. അതിനുശേഷം എത്ര എണ്ണം ആ ഒരു ഇതിൽ വരുന്നുണ്ട് നോക്കിയിട്ട് കണ്ടില്ലേ, ഞാൻ കറക്റ്റ് ഞാൻ ആദ്യം വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര എണ്ണം വേണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഏകദേശം ഒരു ഇതനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ, എനിക്ക് ഫസ്റ്റ് സ്ലീവ് ചെയ്തത് കൊണ്ട് എനിക്കറിയാലോ ഇത്ര എണ്ണമാണ് ഇതിൽ വേണ്ടി വരിക എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ മുത്തുകളുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഈ ഷുഗർ ബീഡ്സിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3 മുത്തുകളുടെ ഇടയിൽ കൂടെ ഓരോ ലോക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ ബാക്കിയുള്ള എല്ലാ കുന്തൻ സ്റ്റോണിൻ്റെയും ചുറ്റും ഇതുപോലെ ആ ഒരു ഷുഗർ ബീഡ്സ് കൊണ്ട് ഒരു ഔട്ട്ലൈൻ നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിനി അടുത്ത വർക്ക് കൂടി ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായില്ലേ? ഇത് നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റോൺസ് അല്ല നിങ്ങളുടെ കയ്യിലുള്ളത് ഇല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഏതെങ്കിലും ഒരു എന്താ പറയുക സ്റ്റോൺസോ അല്ലെങ്കിൽ ഗോബി സ്റ്റോൺസോ ഒക്കെ മുത്തുകളൊക്കെ കിട്ടില്ലേ, അത് വെച്ചിട്ടും ഈ ഒരു വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതാ അത് മൊത്തം നമ്മളുടെ ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം ഞാൻ ഈ ഒരു സിൽവർ ഷെയ്ഡിൽ വരുന്ന സാധാരണ നോർമൽ കളർ
കളറിൽ വരുന്ന ആ ഒരു ഷുഗർ ബീഡ്സും പിന്നെ ഒരു സീക്വൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തത് ഒരു സീക്വൻസും ഒരു ഷുഗർ ബീഡും ഒന്ന് കുത്തി താഴത്തോട്ടേക്ക് കുത്തിയിറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളെ 2 ഗോബി സ്റ്റോണുകളുടെ ഇടയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ഇതുപോലെ ഒരു വി ഷേപ്പിൽ ഇതേപോലെ തന്നെ 3 ഷുഗർ ബീഡും ഒരു സീക്വൻസും വെച്ചുകൊണ്ട് ഈ ഒരു ലീഫ് ഡിസൈൻ ചെയ്തെടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പ് വരുന്നിടത്ത് കൂടെയൊക്കെ ഈ ഒരു ലീഫ് തന്നെ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു അടുപ്പിച്ച് തിക്കായിട്ടുള്ള ഒരു വർക്കായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ദാ ഇതുപോലെ ആ ഒരു ലീഫ് ചെയ്തു. ഇനി താഴത്ത് വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ഒരു എന്താ പറയുക നമ്മുടെ സീക്വൻസും അതേപോലെ തന്നെ ഒരു ഷുഗർ ബീഡും ദാ ഇതുപോലെ വെച്ചിട്ട് ആ മുത്ത് മാറ്റിയിട്ട് സീക്വൻസിൻ്റെ ഉള്ളിൽ കൂടെ സൂചി ഒന്ന് കുത്തിയിറക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനും നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ദാ ഇപ്പുറത്ത് വീണ്ടും ഈ ഒരു ലീഫ് തന്നെ ചെയ്യുക. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇത് മൊത്തം ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് ഭാഗം എന്താ പറയുക നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു വർക്ക് തന്നെയാണ് ഫുള്ള് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതാ അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്കത് ഈ വീഡിയോയിലേക്ക് കാണുന്നതിനെക്കാട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. അത് ഞാൻ ഇപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ ഞാനിതിൻ്റെ സ്ലീവിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഈ ഒരു വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഗ്യാപ്പുകളുടെ വീതി കുറയ്ക്കാം കേട്ടോ. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതുപോലെ നമ്മൾ എന്താ പറയുക വൈറ്റ് ഷുഗർ ബീഡ് വേറെ ടൈപ്പിലുള്ള ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്. അതും ഈ ഒരു സിൽവർ ഷെയ്ഡിൽ വരുന്ന ഷുഗർ ബീഡും ഒരു 3 തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ആ ഒരു ലീഫ് ഡിസൈൻ ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, അത് ചെയ്തു. അതിനുശേഷം ഇതിന് താഴോട്ട് വീണ്ടും ആ ഒരു ഇതിൽ തന്നെ ഒരു 3 വെച്ച് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഈ ഒരു ലീഫ് വീണ്ടും ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഒരു ലീഫ് ഡിസൈൻ ഞാനിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും 3 താഴോട്ടേക്ക് അതുപോലെ ഒന്ന് കുത്തിയിറക്കി കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, കുന്തൻ സ്റ്റോൺ ട്രയാങ്കിൾ ഷേപ്പിലാണുള്ളത്. ആ ഒരു സ്റ്റോൺ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്റ്റോണിൻ്റെ ചുറ്റും ഇതേ ഈ ഒരു വർക്ക് ഞാൻ ഔട്ട്ലൈൻ ഫുള്ള് ചെയ്തെടുക്കുന്നുണ്ട്. അതും ഈ ഒരു സിൽവർ ഷെയ്ഡിൽ വരുന്ന ആ ഒരു ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം വെച്ചാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു 4 വെച്ചിട്ടാണ് ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ചിലയൊരു എന്താ പറയുക ഒരു വളവൊക്കെ ഉണ്ടാവുക കേട്ടോ. കാരണം നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ വീണ്ടും ഇനി താഴോട്ടേക്ക് ഞാൻ വീണ്ടും 3 ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. എന്നിട്ട് താഴോട്ടുനിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ കണ്ടില്ലേ, ആദ്യം മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് ആ ലീഫ് വരുന്നത്. ഇനി ഇത് താഴെന്ന് മുകളിലോട്ട് കണ്ടില്ലേ, ഇങ്ങനെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റുമെന്ന്. പക്ഷെ ഒരിക്കലല്ല കേട്ടോ, അത്യാവശ്യം കുറച്ച് സമയമൊക്കെ എടുത്ത് വേണം ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പക്ഷേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റുന്ന പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ചില വർക്കുകളൊക്കെ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ, 2-3 ദിവസമൊക്കെ വേണ്ടി വരും. പക്ഷേ ഇതൊരു നമുക്ക് 2 ദിവസം മാക്സിമം ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് കാണാനായിട്ട് തീർച്ചയായും എൻ്റെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, വീഡിയോയ്ക്ക് എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്